എരിവ് കാരണം വായിൽ വെക്കാനും വയ്യ, പക്ഷേ ടേസ്റ്റ് കാരണം നമുക്ക് കഴിക്കാതിരിക്കാനും തോന്നുന്നില്ല. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ സ്പൈസി ചിക്കൻ മോമോസാണ്. അപ്പം നമുക്ക് വേഗം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ മൈദാമാവ് എടുത്തിട്ടുണ്ട്. അല്പം ഉപ്പ് കൂടി ചേർത്ത് ലേശം വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ലൂസായി പോണ്ട, നമുക്ക് പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 4 കാശ്മീരി ചില്ലി, 4 റെഡ് ചില്ലി എല്ലാം കൂടി ഒന്ന് ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം ഒരു ജാറിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല പോലെ അടിച്ചെടുക്കാം. ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മളൊരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഭാഗം ക്യാബേജും ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരല്പം ക്യാരറ്റ്, അതും കുനുകുന അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു പാതി ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ മുളകാണ്, അതും ചെറുതായി അരിഞ്ഞത്. പിന്നെ അല്പം ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് പേരെൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, ആരും ലൈക്ക് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു 3-4 കഷ്ണം ചിക്കൻ ഇതുപോലെ ഉപ്പ് ചേർത്ത് വേവിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടി ചേർത്ത് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൈസി മോമോസ് ആയതുകൊണ്ട് ഒരു 1/4 ഭാഗം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 1/4 ഭാഗം നമ്മുടെ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ മോമോസ് ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല, ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയായി ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവിൻ്റെ കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ മാവ് ഇതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബൗളുകളാക്കി എടുക്കാം. അപ്പോൾ എനിക്കൊരു ചെറിയ കുഴപ്പം പറ്റിയിട്ടുണ്ട്, കുറച്ച് കട്ടി കുറഞ്ഞു ഈ പരത്തിയെടുത്തപ്പോൾ. നിങ്ങൾക്ക് കുറച്ചുകൂടി വലിപ്പത്തിൽ പരത്തിയെടുക്കാം കട്ടിയിൽ. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ പരത്തിയിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. 2 അറ്റവും ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മളൊരു ലെയർ പോലെ നമ്മൾ സാരിക്കൊക്കെ പ്ലീറ്റ് എടുക്കുന്നത് പോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. പ്രൊഫഷണലായിട്ട് അറിയില്ലെങ്കിലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അറിയാവുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പല രീതിയിലും മോമോസ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മുടെ ഫ്രൈ ചെയ്തിട്ടും അതുപോലെ സ്റ്റീം ചെയ്തിട്ടും അതുപോലെ സോസ് വന്നിട്ടും അങ്ങനെ വെറൈറ്റി രീതിയിൽ ഒരുപാട് അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. അപ്പോൾ നമ്മളിനി ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഒരു വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ നമ്മുടെ ഓരോ മോമോസും വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടൊരു 6 മിനിറ്റ് 7 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് മൂടി വെച്ചൊന്ന് സ്റ്റീം ചെയ്യിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ മോമോസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മോമോസിൻ്റെ എണ്ണ കുറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂണ് തേന് ഞാൻ എരി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മോനുള്ളത് കൊണ്ട്. അപ്പം തേനും കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റീം ചെയ്ത രീതിക്ക് തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ്. പക്ഷേ ഈ ഒരു മസാലയും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ നമ്മുടെ മോമോസ് ഇത്രേ ബാക്കിയുള്ളൂ. അപ്പോൾ അതുകൂടി ചേർത്ത് നമ്മൾ ഈ മസാലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. രണ്ടും 2 ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ.
അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കയ്യിലുള്ള ചേരുവകൾ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ കടയിലൊന്നും പോവണ്ട. അപ്പോൾ എന്നെപ്പോലെ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്